പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ മുൻനിർത്തി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമനിർമ്മാണം നടത്തണമെന്നും യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ മേയർ MK വർഗീസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. തൃശൂർ MLA ബാലചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം കലക്കാൻ കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നുണ്ടെന്നും നാട്ടുകാരുടെ ജനാധിപത്യം പറയുന്ന ഹൈക്കോടതിക്ക് ജനാധിപത്യമില്ലെന്നും BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയമങ്ങളും തൃശൂർ പൂരത്തിന് തടസ്സമാവില്ലെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. തൃശൂർ പൂരത്തിനോ മറ്റേതെങ്കിലും പൂരത്തിനോ കേന്ദ്ര ഗവൺമെന്റുമായി വരുന്ന ഒരു നിയമവും തടസ്സമാകില്ല എന്ന് അസന്നിഗ്ധമായി പറയാണ്. ഏതെങ്കിലും നിയമം തടസ്സമാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിയമം തടസ്സമുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ നാട്ടിലെ പൂരങ്ങളുടെ കാര്യങ്ങളിൽ അത് മാറ്റിയെടുക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്, നമ്മൾക്കുണ്ട്. നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി അത് മാറ്റിയെടുക്കും. ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു തടസ്സവും ഉണ്ടാവില്ല. നാട്ടാന പരിപാലന ചട്ടം സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്യണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ചുമതലയിലും MP സ്ഥാനത്തും തുടരുന്നിടത്തോളം കാലം തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ലെന്ന് സുരേഷ് ഗോപി ഉറപ്പു തന്നിട്ടുണ്ടെന്നും അനീഷ് കുമാർ വ്യക്തമാക്കി. ഞാൻ തൃശൂരിന്റെ MP ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കേന്ദ്രമന്ത്രിസഭയിലുണ്ടെങ്കിൽ തൃശൂർ പൂരം വെടിക്കെട്ടിന് ഒരു തടസ്സം ഉണ്ടാവില്ല. അതെന്റെ വാക്കാണ്. അത് എല്ലാ കാലത്തെയും പോലെ അതിനേക്കാൾ ഭംഗിയായി ഇത്തവണയും നടന്നിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി മാഗസിന്റെ ഡിസ്റ്റൻസിനെ സംബന്ധിച്ചൊന്നും ഒരാശങ്കയും ആർക്കും തന്നെ വേണ്ട. വിവിധ മതനേതാക്കളും ദേവസ്വം ഭാരവാഹികളും പങ്കെടുത്ത യോഗം ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ജനം, തൃശൂർ.